കിഫ്ബിയുടെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും അധികം പ്രതിഫലിച്ച ജില്ലകളിലൊന്നാണ് കണ്ണൂർ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലം കൂടി ഉൾപ്പെടുന്ന കണ്ണൂർ ജില്ലയിൽ സമസ്ത മേഖലയിലും വികസനത്തിന്റെ തേരോട്ടമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ ഡ്രൈവിംഗ് ബീച്ചിന്റെ മുഖച്ഛായ മാറ്റിയ വമ്പൻ പദ്ധതികൾ, തീരത്തിന്റെ സൗന്ദര്യവും സൗകര്യവും വർദ്ധിപ്പിക്കാനായി KTDCയുടെ 5 സ്റ്റാർ റിസോർട്ട്, വികസന കുതിപ്പിന്റെ അടയാളമായ പിണറായി എഡ്യൂക്കേഷൻ ഹബ്, കിഫ്ബിയുടെ സഹായത്താൽ നിർമ്മിക്കുന്ന IT പാർക്ക്, പൈതൃക ടൂറിസവും മലബാർ ക്രൂയിസ് ടൂറിസവും പ്രോത്സാഹിപ്പിക്കുന്ന ചെറുതും വലുതുമായ നിരവധി കർമ്മ പദ്ധതികൾ, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ നവവിപ്ലവം കുറിച്ച ഒരു പതിറ്റാണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിൽ മാത്രം 1000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് നാട് കഴിഞ്ഞ 10 വർഷം സാക്ഷിയായത്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുകയാണ് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. കിഫ്ബി വഴി നടപ്പിലാക്കുന്ന 233 കോടി രൂപയുടെ വികസന പദ്ധതികളിൽ ആദ്യഘട്ടമെന്ന നിലയിലാണ് പാർക്ക് തുറന്നു നൽകിയത്. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന പ്രിയ ഇടമായി ഇവിടം മാറി. കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും വാക്ക്വേയുമാണ് നിലവിലുള്ളത്. 4 കിലോമീറ്ററാണ് വാക്ക്വേയുടെ നീളം. മനോഹരമായ സൂര്യാസ്തമയം കാണാനും ബീച്ച് ആസ്വദിക്കാനുമായി നിരവധി പേർ മുഴപ്പിലങ്ങാടേക്ക് എത്തുന്നു. പുതിയ വികസന പദ്ധതികളിലൂടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ മുഴപ്പിലങ്ങാടിന് കഴിഞ്ഞു. ധർമ്മടം ബീച്ച് മുതലാണ് വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ധർമ്മടം ബീച്ചിൽ ഫ്ലോട്ടിംഗ് ഡക്ക്, മ്യൂസിക് ഫൗണ്ടെയിൻ, ജോഗിംഗ് ആൻഡ് സൈക്ലിംഗ് ട്രാക്ക് എന്നിവയെല്ലാം കിഫ്ബി പദ്ധതി വഴി നടപ്പിലാക്കും. ദേശാടന പക്ഷികൾ വന്നു ചേരുന്ന ധർമ്മടം ബീച്ചിൽ നേച്ചർ ഹബ്ബ് ഒരുക്കുവാനും ശ്രമമുണ്ട്. അങ്ങനെ തലശ്ശേരി മുതൽ മുഴപ്പിലങ്ങാട് വരെയുള്ള തീരദേശത്തെ പ്രധാന ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനാണ് ടൂറിസം വകുപ്പിന്റെ തീരുമാനം. തീരത്തിന്റെ സൗന്ദര്യവും സൗകര്യവും വർദ്ധിപ്പിക്കുന്നതിനായി KTDCയുടെ 5 സ്റ്റാർ റിസോർട്ട് ബീച്ച് നാടിന് സമർപ്പിച്ചു. തിരുവനന്തപുരത്തും കോവളത്തും മൂന്നാറിലുമുള്ള ഹോട്ടലുകൾക്കൊപ്പം കിടപിടിക്കുന്ന തരത്തിലുള്ള റിസോർട്ടാണ് മുഴപ്പിലങ്ങാടും ഒരുക്കിയിരിക്കുന്നത്. വടക്കൻ മലബാറിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവാകുന്ന തരത്തിലാണ് പദ്ധതി. KTDCയുടെ ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും ബ്രാൻഡ് വിദേശ വിനോദസഞ്ചാരികൾക്കിടയിൽ വലിയ പ്രചാരമുള്ളതാണ്. ബീച്ചിന് സമീപം പ്രീമിയം റിസോർട്ട് വിദേശ സഞ്ചാരികളുടെ പ്രിയ താവളമായി മാറും. 39 കോടി രൂപ ചെലവിൽ 3.9 ഏക്കറിലാണ് റിസോർട്ട്. 8 സൂട്ട് റൂമുകൾ ഉൾപ്പെടെ 40 മുറികൾ, നീന്തൽക്കുളം, സ്പാ, റെസ്റ്റോറന്റ് എന്നീ സൗകര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ ഔദ്യോഗിക ആതിഥേയരായ KTDC കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് കിഫ്ബിയുടെ സഹകരണത്തോടുകൂടി ക്രമീകരിച്ച ഒരു 5 നക്ഷത്ര ബീച്ച് റിസോർട്ടാണ്. നമുക്കറിയാം, ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് നിലവിൽ സഞ്ചാരികൾ, വിദേശികളും സ്വദേശികളുമായ സഞ്ചാരികൾ വരുമ്പോഴുള്ള താമസ സൗകര്യത്തിനുള്ള ചില പോരായ്മകൾ, ചില നമുക്ക് അപരാപ്യതകൾ ഉണ്ട്. അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് ബീച്ചിനോട് ചേർന്ന് തന്നെ നിർമ്മിച്ച ഈ KTDCയുടെ 5 നക്ഷത്ര റിസോർട്ടിൽ 40ഓളം റൂമുകളും കബാന, സ്വിമ്മിംഗ് പൂളിനോട് ഫേസ് ചെയ്യുന്ന കബാനകളും, ഒരു മൾട്ടി കുസീൻ റെസ്റ്റോറൻറ്റും, ബാറിനുള്ള സൗകര്യവും, അതുപോലെ തന്നെ കോൺഫറൻസ് ഹാൾ ഫെസിലിറ്റിയും, ബോർഡ് റൂമും, ഫെസിലിറ്റി സെൻറ്ററും, സ്പായും ആണിപ്പോൾ നിലവിലുള്ളത്. KTDCയുടെ ഈ പുതിയൊരു സംരംഭം സഞ്ചാരികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ്. ഇവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ, മൾട്ടി കുസീൻ റെസ്റ്റോറൻറ്റിൽ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെൻ്റൽ വിഭവങ്ങളും ലഭ്യമാണ്. അതുപോലെ തന്നെ സഞ്ചാരികൾക്കായി ഇവിടെ എത്തുന്ന ഗസ്റ്റിനു വേണ്ടി ഉള്ള എല്ലാ റിക്രിയേഷണൽ ഫെസിലിറ്റീസും സജ്ജീകരിച്ചിട്ടുണ്ട്. പദ്ധതി പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന 2.5 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. മുഴപ്പിലങ്ങാടിനെ ബീച്ച് ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം ഡെസ്റ്റിനേഷനുകളാക്കി മാറ്റാനാണ് ലക്ഷ്യം.
വികസന കുതിപ്പിന്റെ അടയാളമായ മറ്റൊരു പദ്ധതിയാണ് പിണറായി എഡ്യൂക്കേഷൻ ഹബ്ബ്. 50 കോടി രൂപയാണ് കിഫ്ബി ഇതിനായി അനുവദിച്ചത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 50% പൂർത്തിയായി. ഈ വർഷം അവസാനത്തോടെ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ബയോഡൈവേഴ്സിറ്റി പാർക്ക്, താമസ സൗകര്യങ്ങളോട് കൂടിയ IAS അക്കാദമി, ഹോട്ടൽ മാനേജ്മെന്റ് കോളേജ്, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ITI എന്നിവയാണ് എഡ്യൂക്കേഷൻ ഹബിന്റെ ഭാഗമായി ആദ്യഘട്ടങ്ങളിൽ സ്ഥാപിക്കുക. ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പിണറായി പഞ്ചായത്തിലുള്ള ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷണൽ ക്യാമ്പസാണ്. ഇതിൽ വരുന്നത് 5 എഡ്യൂക്കേഷണൽ ബിൽഡിങ്സ് ആണ് വരുന്നത്. ഗവൺമെൻറ് പോളിടെക്നിക്, ITI ബിൽഡിംഗ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൻ്റെ ബിൽഡിംഗ്, പിന്നെ സിവിൽ സർവീസ് അക്കാഡമിയും പിന്നെ IHRD ആർട്സ് കോളേജുമാണ് വരുന്നത്. മൊത്തം 60,000 സ്ക്വയർ മീറ്ററിൻ്റെ ബിൽറ്റപ്പ് ഏരിയയിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഏകദേശം 51% നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഈ വർഷം തന്നെ ഇത് പൂർത്തിയാക്കി കൈമാറാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഏകദേശം 275 കോടിയുടെ കിഫ്ബി ഫണ്ടഡ് പ്രൊജക്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജലസേചനത്തിനും കൃഷിക്കുമായി നിർമ്മിച്ച പാറപ്പുറം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഇപ്പോൾ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെ 46.37 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ പദ്ധതി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാറപ്പുറം റെഗുലേറ്റർ കം ബ്രിഡ്ജ് കർഷകരുടെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു. പരിസര പ്രദേശങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടഞ്ഞിരുന്ന നിലവിലെ പാറപ്പുറം അണക്കെട്ട് കാലപ്പഴക്കത്താൽ ദ്രവിച്ച് ഉപയോഗശൂന്യമായിരുന്നു. ഇത് പൊളിച്ചു മാറ്റിയാണ് കൃഷി ആവശ്യത്തിനും ജലസേചനത്തിനുമായി പുതിയ അണക്കെട്ട് സ്ഥാപിച്ചത്. നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് ദിനംപ്രതി ഒഴുകിയെത്തുന്നത്. അഞ്ചരക്കണ്ടി പുഴയുടെ ഉദയാസ്തമയങ്ങൾ കാണാനും ആസ്വദിക്കാനുമാണ് സ്ത്രീകളും കുട്ടികളും വയോജനങ്ങളും ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഇതോടെ വൻ ടൂറിസ്റ്റ് സാധ്യതയാണ് തെളിഞ്ഞിരിക്കുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ചാല, പെർലിശ്ശേരി, മുഴുപ്പിലങ്ങാട്, വേങ്ങാട്, പിണറായി, പാലയാട് എന്നിവിടങ്ങളിലെ സ്കൂളുകളെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് നവീകരിച്ചു. ബ്രണ്ണൻ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് 97 കോടി രൂപയുടെ പദ്ധതിയാണ് കിഫ്ബി വഴി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. കിഫ്ബി വഴി നമ്മുടെ ധർമ്മടം മണ്ഡലത്തിൽ 2016 മുതൽ ഇതുവരെയുള്ള പ്രധാനപ്പെട്ട വർക്കുകൾ എന്ന് പറയുന്നത് ഒരു 22 വർക്കുകൾ, പ്രധാനപ്പെട്ട വർക്കുകൾ നടന്നിട്ടുണ്ട്. മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ വികസനം തന്നെയാണ്. 235 കോടി രൂപയുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഒരു ഫസ്റ്റ് ഫേസ് പൂർത്തിയാക്കി. മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ചും കൂടി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ പദ്ധതിയായിട്ടാണ് അത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ചേക്കുപ്പാലം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഇപ്പോൾ അടുത്ത ആണ് 2-4 മാസം മുമ്പാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഉപ്പുവെള്ളം കയറി കൃഷി ചെയ്യാൻ പറ്റാത്ത പ്രശ്നം പരിഹരിക്കപ്പെട്ടു. യാത്രാ പ്രശ്നം, അത് 4 വരി പാതയാവുന്ന ഒരു മേഖലയാണ്. 4 വരി പാത കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വിഭാവനം ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് കേവലം ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ആവശ്യം മാത്രമല്ല, ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രദേശമായിട്ട് ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. 285 കോടി രൂപയുടെയാണ് എഡ്യൂക്കേഷൻ ഹബ്ബ്. IHRD കോളേജ്, പിന്നെ ITI, പിന്നെ അതുപോലെ ഹോട്ടൽ മാനേജ്മെൻറ്റ്, IAS അക്കാഡമി തുടങ്ങിയിട്ടുള്ള നിരവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു ഹബ്ബായിട്ടാണ് ഇത് കാണുന്നത്. പിന്നെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ട്, ഒരു ആയുർവേദ ഉദ്യാനം ഇതിലുണ്ടാവും, സ്റ്റേഡിയം ഉണ്ട്. ഒരു വിപുലമായ ഒരു പദ്ധതിയാണ്. പിന്നീട് കഴിഞ്ഞ ദിവസം തറക്കല്ലിട്ടതാണ് IT പാർക്ക്, സയൻസ് പാർക്ക്. അത് വേങ്ങാട് പഞ്ചായത്തിൻ്റെ ഇപ്പോൾ പിന്നെ പ്രദേശത്താണ്, കിൻഫ്ര ഏറ്റെടുത്ത സ്ഥലത്താണ് ഇത് തറക്കല്ലിട്ടുള്ളത്. 293 കോടി രൂപയാണ് IT പാർക്കിനുള്ളത്. സയൻസ് പാർക്കിൽ 295 കോടി രൂപയാണ്. പിന്നെ പ്രധാനമായും വലിയ നിലക്ക് ഇടപെട്ടത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബ്രണ്ണൻ കോളേജിലുള്ള ഭൗതിക പശ്ചാത്തലം വികസിപ്പിക്കുന്നതാണ്. ബ്രണ്ണൻ കോളേജ് പിന്നെ സെൻറ്റർ ഓഫ് എക്സലൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു കോളേജായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ മേഖലയിലുമുള്ള സമഗ്ര വികസനമാണ് യഥാർത്ഥത്തിൽ ബ്രണ്ണൻ കോളേജിൽ ഈ ഒരു 5-8 വർഷമായിട്ട് അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം പറഞ്ഞവർക്കൊരു 1000 കോടി രൂപയുടെ
പദ്ധതി നമ്മുടെ മണ്ഡലത്തിൽ മാത്രം കിഫ്ബിയിലൂടെ മാത്രം ചെയ്തിട്ടുണ്ട്. ചെറുതും വലുതുമായ ഒട്ടേറെ പാലങ്ങളാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ മണ്ഡലത്തിൽ നിർമ്മിച്ചത്. ധർമ്മടം പഞ്ചായത്തിലെ സമഗ്ര കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ 16 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിൽ മാത്രം 1000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് നാട് കഴിഞ്ഞ 10 വർഷം സാക്ഷിയായത്.